ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. വർമ്മ സാറിൻ്റെ വീട്ടിൽ ഓണാഘോഷത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? കൊച്ചമ്മണി പറയുക, എന്തോന്ന് മിണ്ടാനാ, എല്ലാവരും പോകുന്നുണ്ട്, നമ്മൾ നല്ല ഉഗ്രൻ ഫുഡായിരിക്കും, പിന്നെ എല്ലാവർക്കും ഓണക്കോടിയും കിട്ടും, അതുകൊണ്ട് എന്തായാലും പോകണം. രാധമ്മ പറയുക, അവർ ക്ഷണിച്ചത് അവരുടെ മര്യാദ, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരുടെ പോകണ്ടെന്നാണ്. കൊച്ചമ്മണി പറയുന്ന, അയ്യോ എന്തുവാ രാധമ്മ ഈ പറയുന്നത്, വർമ്മ സാറിന് അത് വിഷമമാകത്തില്ലയോ, ഒരു മന്ത്രിയെ കരയിപ്പിക്കുന്നതൊക്കെ വലിയ ദോഷമാകട്ടോ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പോയേ പറ്റൂ. പ്രിയ ജയൻ്റെ ചെവി പറയാ, ഈ പെരട്ട തള്ളെ അങ്ങോട്ട് കൊണ്ടുപോകരുത് കേട്ടല്ലോ, നമ്മളെ അവിടെ ഇട്ട് നാറ്റിച്ച് കളയും. ജയൻ പറയാ, ഇവരെ ഞാൻ ആ പരിസരത്തെ അടുപ്പിക്കത്തില്ലല്ലോ. ഉണ്ടക്കലമ്മണി ഇതെല്ലാം കാണുന്നുണ്ട്, എന്താടാ ഒരു കുശുകുശുപ്പും കുത്തിത്തിരിപ്പും ഒക്കെ, കിടക്കയ്ക്ക് പുറത്തും തലാണ മന്ത്രമായോ? അയ്യോ, തലേണ മന്ത്രവും കുത്തിത്തിരിപ്പും ഒന്നും അല്ലമ്മേ, പിന്നെ എന്താ വാടാ, പ്രിയയുടെ അമ്മ പറയുന്നതാ ശരിയെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. രാധമ്മ പറയുന്നത്, എന്തായാലും ഞാനില്ല, നിങ്ങൾ പോയാൽ മതി. പ്രിയ പറയാം, അതാമ്മേ അതിൻ്റെ ശരി, ഞാനും ജയേട്ടനും രാജുവും കൂടെ പോയാൽ മതി, നിങ്ങളൊക്കെ ഇവിടെ നിന്നാൽ മതി. കൊച്ചമ്മണി പറയാം, എന്തോന്നാ അതങ്ങ് എത്തിയോപ്യ ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ വരും. എൻ്റെ രാജുമോൻ്റെ വർമ്മ സാറ് ക്ഷണിച്ചതാ, പോകാതിരിക്കാൻ പറ്റുമോ? ജയം പറയാ, എൻ്റെ അമ്മയെ നിങ്ങളങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളെ ഞാൻ ഉറക്കക്കുളിയെ തന്ന് ഉറക്കി ഇവിടെ കിടത്തും. എടാ, ഞാൻ ഒരുപാട് മന്ത്രിമാരുടെ വീട്ടിൽ ചീഫ് ഗസ്റ്റായിട്ട് പോയിട്ടുള്ളതാ കേട്ടല്ലോ. പഴയ കേന്ദ്രമന്ത്രിയുടെ വീട്ടിലെ ഞാൻ 5 ദിവസം ആ ചീഫ് ഗസ്റ്റായിട്ട് ഇരുന്നത്. പിന്നാണോ ഈ ഉണക്ക മന്ത്രി? രാജു പറയാ, അളിയൻ്റെ അമ്മ എന്തുവായാലും വരണം, അളിയൻ്റെ അമ്മയാണ് മുഖ്യമായിട്ടും ക്ഷണിച്ചിരിക്കുന്നത്, ഇനി വന്നില്ലെങ്കിൽ ഞാൻ പൊക്കിയെടുത്തോണ്ട് പോകും. അത് കേൾക്കുമ്പോഴേ കൊച്ചമ്മണി അങ്ങ് പൊങ്ങിപ്പോയി. ജയൻ പറയുന്ന, അയ്യോ എൻ്റെ പ്രിയേ, ഈ തള്ളയ ഓണാഘോഷം അലമ്പാക്കും, ഇവരെ പിടിച്ചോണ്ട് ഊളംപാറയിലാണ് ഇടേണ്ടത്. അംബിക മോനും കൂടിയുണ്ട് ഓരോ പരിപാടികൾ ആലോചിക്കുവാണ്. അംബിക പറയാ, എടാ മോനെ, അവരെ ഓണപ്പരിപാടിക്ക് അവർക്കിഷ്ടമുള്ള അവരുടെ ആൾക്കാരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളും നമ്മുടെ ആൾക്കാരെ ക്ഷണിക്കണ്ടേ? അതിന് നമുക്കാരാണ് ആൾക്കാർ? എടാ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലരെ ഉപയോഗിക്കത്തില്ലേ, അവരെ അങ്ങോട്ട് വിളിക്കാൻ നമുക്ക്. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അവരെ അങ്ങോട്ട് കറിവേപ്പില പോലെ എടുത്തങ്ങ് കളയുകയും ചെയ്യും. അമ്മേ, ആ കറിവേപ്പിലകൾ ആരാന്നാ ചോദിച്ചത്? ആരാ? രമ്യ അവിടെ അമ്മയും. അയ്യോ എൻ്റെ അമ്മയെ, അതുങ്ങളെ രണ്ടിനെയും കണ്ടാൽ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുങ്ങൾ വെറും കറിവേപ്പിലകളല്ലയോടാ, നമുക്ക് ആ ഋതികയുടെ സ്വസ്ഥത അങ്ങോട്ട് നശിപ്പിക്കണ്ടേ? അതിനെ ആ രമ്യ ഇവിടെ വേണം, അവളുടെ അമ്മയും കൂടെ വേണമെങ്കിൽ ഇരുന്നോട്ടെ. അമ്മ പറയുന്ന പോലാണെങ്കിൽ ശരി, ആയിക്കോട്ടെ, അല്ലാതെ ആ രമ്യയ്ക്കും അവിടെ അമ്മയ്ക്കും ഒക്കെ സദ്യ കൊടുത്തിട്ട് എനിക്കെന്ത് പുണ്യം കിട്ടാനാടാ? രമ്യ ഇവിടെ വരുമ്പോൾ ഋതിയയ്ക്ക് തലവേദന തുടങ്ങും, അപ്പോൾ ഋതിയുടെ ഓണാഘോഷം നമുക്ക് തകർക്കണ്ടേ? അതുകൊണ്ട് രമ്യ ഇവിടെ വന്നേ പറ്റൂ, അതുകൊണ്ട് ഞാൻ അവരെ ഇപ്പം തന്നെ ക്ഷണിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് അംബിക രുക്മിണിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇവിടെ ഈ 10-ാം തീയതി ഓണാഘോഷം നടത്തുവാണ്, അതുകൊണ്ട് രുക്മിണിയും രമ്യയും തീർച്ചയായിട്ടും വരണം, ഞാൻ നിങ്ങളെ ക്ഷണിക്കുവാണ്. ആ രാജുവും ഫാമിലിയും വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വരണം. അയ്യോ അംബികയെ, എനിക്ക് 10-ാം തീയതി വരാൻ പറ്റില്ല, എനിക്ക് മുഖ്യമായ ഒരു ജോലിയുണ്ട്, അതുകൊണ്ട് രമ്യ വരും കേട്ടോ. എന്നിട്ട് രമ്യയെ വിളിച്ച് അംബിക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രമ്യയ്ക്കും വലിയ സന്തോഷമാകുന്നുണ്ട് അവിടെ പോകാനായിട്ട്. ഋതികയാണെങ്കിൽ രാജുവിൻ്റെ ഫോട്ടോയെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുവാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾ. എന്തൊരു ദേഷ്യമായിട്ടാണ് നിൽക്കുന്നതൊക്കെ, പക്ഷെ ആൾ വെറും പാവ, എന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അങ്ങ് ബഹുമാനമാണ്. എന്നാലും ഈ ചെക്കന് പ്രണയം എന്തുവെന്ന് അറിയത്തില്ലേ, അത് പറയാൻ ഇത്ര മടി എന്താ എന്നൊക്കെ ആ ഫോട്ടോ നോക്കി ഋതിയെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സരസ്വതി അമ്മ പുറകിൽ കൂടെ വന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. സരസ്വതി അമ്മയെ കണ്ടതും ഋതിക പെട്ടെന്ന് അങ്ങ് മൊബൈൽ മറച്ചു വെക്കുവാണ്. എൻ്റെ കൊച്ചുമോളെന്താ പുറകിലോട്ട് മറച്ചു വെച്ചത്? ഒന്നുമില്ലമ്മമ്മേ. അല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ, ഒന്ന് കാണിച്ച്. ഈ ഒന്നുമില്ലമ്മമ്മേ എന്ന് പറയുമ്പം പെട്ടെന്ന് അമ്മമ്മ കൈ പിടിച്ച് ആ മൊബൈൽ എടുത്ത് നോക്കിയിട്ട്, ഇത് രാജു അല്ലേ? ഒന്നും അറിയാത്ത പോലാണ് സരസ്വതി അമ്മയുടെ ചോദിപ്പ്. അതേ അമ്മമ്മേ, രാജുവാണ്. രാജുവിൻ്റെ ഫോട്ടോ എന്തിനാ മോളെടുത്ത് വെച്ച് നോക്കുന്നത്? അത് ഞാനിങ്ങനെ ചുമ്മാതെ നോക്കിയതാ അമ്മമ്മേ. ചുമ്മാതെ നോക്കിയതാണോ? ഇങ്ങോട്ട് നോക്കിക്കാൻ എൻ്റെ കൊച്ചുമോള്, എനിക്കെല്ലാം അറിയാം കേട്ടോ, ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഋതിക അങ്ങ് ഞെട്ടുവാണ്. എന്നിട്ട് എന്നോട് നുണ പറയുവാണ് ഇല്ലേ എന്നിങ്ങനെ സ്നേഹത്തോടെ ചെവിക്കൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അമ്മാമ്മേ, ഞാൻ ഈ കാര്യം അമ്മാമ്മയോട് പറയാനിരിക്കുമായിരുന്നു, അത് ഞാൻ എപ്പോഴേ മനസ്സിലാക്കിയതാ, എന്നാലും എൻ്റെ മോടെ വായിന്നന്നെ ഇത് അമ്മാമ്മയ്ക്ക് കേൾക്കണം. രാജുവും മോളും തമ്മിൽ എന്താ? എന്നോട് പറഞ്ഞോ, പേടിക്കണ്ട മോള്. അമ്മാമ്മേ, എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്.
രാജു നല്ല ചെറുപ്പക്കാരനാ മോളെ, എനിക്കിഷ്ടമായി. അവൻ നമ്മുടെ വേണുവിൻ്റെ മകനല്ലയോ. നിങ്ങളുടെ കല്യാണം ഈ അമ്മാമ്മ നടത്തി തരും. അങ്ങനെ പറഞ്ഞതും ഹൃതിക ഇങ്ങനെ വായും പൊളന്ന് നിൽക്കുവാണ്. അമ്മാമ്മയെന്നും പറഞ്ഞ സരസ്വതി അമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. അമ്മാമ്മ അങ്ങനെ കല്യാണം നടത്തി തരുമെന്ന് പറഞ്ഞത് കേട്ടതും ഹൃതിക താഴെയും മുകളിലും അല്ല, അവൾ ഭയങ്കര സന്തോഷത്തോടെ ബാൽക്കണിയിലോട്ട് അങ്ങോട്ട് ഓടുവാണ്. പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ആകാശത്തോടെ നീങ്ങുന്നതെന്ന് നോക്കി ഹൃതിക ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുവാണ്, അറിഞ്ഞോ, എൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കാൻ പോവാണ്. എൻ്റെയും രാജുവിൻ്റെയും കല്യാണം നടത്തി തരാമെന്നേ എൻ്റെ അമ്മാമ്മ സമ്മതിച്ചു. ചന്ദ്രനെ നോക്കി പറയുവാണ്, എല്ലാം അറിഞ്ഞിട്ട് നോക്കി ചിരിക്കുവാണില്ലേ. എൻ്റെ കല്യാണ ദിവസം ഇതുപോലെ നോക്കി ചിരിക്കണം കേട്ടോ. അപ്പു ബാൽക്കണിയിലോട്ട് വരുന്നുണ്ട്. അവളും നോക്കുമ്പോൾ ഹൃതിക ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി ചന്ദ്രനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചെന്തൊക്കെയോ പറയുവാണ്. ചേച്ചി ഇതാരോടാ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്, ചേച്ചി എന്നും പറഞ്ഞിങ്ങനെ അപ്പു വിളിക്കുന്നുണ്ട്. അപ്പു ഇങ്ങ് ഓടിവാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഞാൻ നിന്നോട് പറയാം വാ. അപ്പു ഇങ്ങോട്ട് ഓടിവാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഞാൻ പറയാം. അത് കേട്ടുണ്ട് അപ്പു ഓടി ചെല്ലുമ്പോൾ, എന്താ ഗുഡ് ന്യൂസ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എൻ്റെ അപ്പുവിന്? ചേച്ചി ഒരു ക്ലൂ തരാമോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അത് രാജുവേട്ടനും ചേച്ചിയോടുള്ള വിവാഹം. അമ്പടി മിടുക്കി, നീ പറഞ്ഞു കളഞ്ഞല്ലോ. അമ്മാമ്മേ, ഞങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞു. ആണോ ചേച്ചി? എങ്കിൽ ഈ ഓണം നമുക്ക് അടിച്ച് പൊളിക്കണം ചേച്ചി, നമുക്ക് തകർക്കണം. രാധമ്മയ്ക്കാണെങ്കിൽ രാത്രി ഉറക്കവേ ഇല്ല, ഭയങ്കര സങ്കടമാണ്. വേണുവേട്ടനോട് ചോദിക്കാതെ ആദ്യമായിട്ടാണ് രാധമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതെങ്ങനെ വേണുവേട്ടനോട് പറയും എന്നൊക്കെയുള്ള ടെൻഷനിൽ രാധമ്മ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. ഇത് ജയനും പ്രിയയും കാണുന്നുണ്ട്. ജയൻ പറയുക, ഇടി പ്രിയ, നിൻ്റെ അമ്മ ആകെ വിഷമിച്ചിരിക്കുക, നമുക്ക് അങ്ങോട്ട് ചെന്ന് കുറച്ച് പോസിറ്റീവ് എനർജി കൊടുക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെ രാധമ്മയുടെ അടുത്തോട്ട് വരുവാണ്. ജയൻ പറയുക, അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്? അമ്മ ഇപ്പം ചെയ്ത കാര്യം, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഏറ്റവും നല്ല കാര്യമാണെന്ന് ഞാനും ഇവളും നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട്. അമ്മ നിന്ന് സമാധാനമായിട്ടിരിക്കമ്മേ. അച്ഛൻ വരുമ്പോൾ നമുക്ക് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം. അച്ഛൻ നമ്മുടെ വഴിക്ക് വരുമമ്മേ. അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ മനസ്സിലാക്കിയാൽ അച്ഛൻ എന്തായാലും അമ്മയെ അനുസരിക്കാതിരിക്കത്തില്ല. അമ്മ എന്തായാലും ഓണാഘോഷത്തിന് വരണം. അയ്യോ, ഞാൻ വരത്തില്ല ജയ. അമ്മ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അമ്മ വരുന്നില്ലെങ്കിൽ ഞാനും ജയേട്ടനും ആരും പോകുന്നില്ല. അയ്യോ, നിങ്ങൾ പോണം പ്രിയെ. ചെല്ലാതിരുന്നാലേ എല്ലാവരും ശ്രദ്ധിക്കും, പിന്നെ അതൊരു വലിയ കുഴപ്പമായി മാറും. പ്രിയ ചോദിക്കുന്നു, അല്ല അമ്മ ആരെയാ ഇത്ര പേടിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഋതുമോളെ ഫേസ് ചെയ്യാൻ എനിക്ക് വല്ലാത്ത വിഷമമാണ്. രമ്യയായിട്ട് രാജുവിൻ്റെ വിവാഹത്തിന് വാക്ക് കൊടുത്തെങ്കിലും എനിക്ക് ഋതുമോളെ സങ്കടപ്പെടുത്തുന്ന ഓർക്കുമ്പോൾ വിഷമമാണ്. എനിക്ക് ഋതുമോളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അമ്മ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അമ്മയുടെ മരുമകളാകാൻ പോകുന്നത് രമ്യയാണമ്മേ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി. അവൾ എന്ത് ഉപകാരിയാണമ്മേ. അമ്മയൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇവിടെ എന്ത് കാര്യത്തിനും അവളില്ലേ. നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ആരാ എളുപ്പം ഓടിയെത്തുന്നത്? രമ്യയല്ലയോ? അതിൽ യാതൊരു സംശയമില്ല. എന്നാലും അമ്മേ, അതൊന്നും അല്ലമ്മേ. രമ്യയും രുക്മിണി ആൻറ്റിയും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ അമ്മേ. അതുമാത്രമാണോ, ശ്രീലക്ഷ്മി അവർ മരുമകളായിട്ട് സ്വീകരിക്കുമല്ലയോ? ശ്രീലക്ഷ്മിയും രമ്യയും പിന്നെ ആരാ? നാത്തൂനും അല്ലയോ? അതുകൊണ്ട് ഞാൻ അമ്മയോട് പറയുക, അമ്മ ഞങ്ങളോടൊപ്പം ഓണാഘോഷത്തിന് അങ്ങോട്ട് വരണം. അമ്മ ഋതികയോട് മാന്യമായിട്ട് പെരുമാറണം. ജയൻ പറയാ, പക്ഷേ രമ്യയും ഓണാഘോഷത്തിന് വരുന്നുണ്ട്. അവളെ അംബിക മാഡത്തിൻ്റെ ഗസ്റ്റാ. രമ്യയും കൂടെ വരുമ്പോഴേ അമ്മ എപ്പോഴും രമ്യയുടെ കൂടെ ചേർന്ന് നിൽക്കണം. എന്ന് വെച്ചാൽ സ്വന്തം മരുമകളെ പോലെ. അത് കാണുമ്പോൾ ഹൃദയക്കെല്ലാം മനസ്സിലായിക്കോളും. അങ്ങനെ രാജുവായിട്ടുള്ള അവളുടെ ബന്ധത്തിൽ നിന്ന് അവൾ തന്നെ അങ്ങ് പിന്മാറിക്കോളും. പ്രിയയും ജയനും കൂടെ അങ്ങനെ രാധമ്മയെ ബ്രെയിൻ വാഷ് ചെയ്തെല്ലാം ശരിയാക്കി. അപ്പോൾ രാധമ്മ പറയും, അപ്പോൾ ഞാനും കൂടെ വരാം അല്ലേ? അതേമ്മേ, അമ്മ വരണം. അമ്മ വന്നെങ്കിലല്ലേ രാജുവിനും ഒരു അന്തസ്സൊക്കെ ഉള്ളു. എന്നാൽ നിങ്ങളോടൊപ്പം ഞാനും വരാം. അങ്ങനെ രാധമ്മയെ അവർ സമ്മതിപ്പിച്ചെടുത്തു കഴിഞ്ഞു. നമ്മുടെ വേണുവേട്ടൻ ഒരു ഡാൻസ് സ്കൂളിൻ്റെ വാതൊക്കെ വന്നിങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ പത്മാവതി അവിടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എവിടെ പത്മാവതി മേഡത്തിനെ കാണണമല്ലോ, എവിടാ നോക്കണ്ടേ എന്നും പറഞ്ഞിങ്ങനെ വേണുവേട്ടൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കൊച്ചു മോൻ അങ്ങോട്ട് വരുന്നുണ്ട്. മോനെ, ഇത് ഡാൻസ് സ്കൂളല്ലയോ? അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലയോ? അല്പം കുറുമ്പുകാരനാണെന്ന് തോന്നുന്നു. ഈ പ്രായത്തിൽ ഡാൻസ് പഠിക്കാൻ വന്നിരിക്കുവാണോ? വേണുവേട്ടന് ചിരിയും ആ കുഞ്ഞിനോട് വാത്സല്യം തോന്നുവാണ്. അയ്യോ അല്ല, പിന്നെന്തിനാ? വല്ലരെയും ഡാൻസിന് ചേർക്കാൻ വന്നതാണോ? അയ്യോ അതിനുമല്ല, പിന്നെ എന്തിനാ വന്നത്? എനിക്ക് ഇവിടുത്തെ പത്മാവതി മേഡത്തിനെ ഒന്ന് കാണണമായിരുന്നു. എന്നാൽ അതങ്ങ് ആദ്യം പറഞ്ഞാൽ പോരെ. അമ്മയെ ഞാൻ കാണിക്കാമല്ലോ, വാ എന്നും പറഞ്ഞ് വേണുവേട്ടനെ വിളിച്ചുകൊണ്ട് വരുവാണ്. വേണുവേട്ടൻ ചോദിക്കുന്നത്, അമ്മയോ? ഇതെന്താ ഈ കുഞ്ഞ് അങ്ങനെ വിളിച്ചത്?
ആ മോൻ വന്ന് പത്മാവതിയോട് പറയുന്നുണ്ട്, അമ്മേ ഒരങ്കിള് കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ പത്മാവതി എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ആരാ, നമ്മുടെ വേണുവേട്ടനാണ്. വേണുവേട്ടനെ കണ്ടെന്ന് പത്മാവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. വേണുവേട്ടൻ വന്നെങ്കിലല്ലേ എനിക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല വേണുവേട്ടൻ വരുമ്പോൾ എനിക്കും ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവുക. മേഡം എന്തിനാ വിഷമിക്കുന്നത്? മേഡത്തിന് എല്ലാവരും ഉണ്ട്. മേഡം കുറേ വിഷമിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വിധിയാണെന്ന് കരുതിയാൽ മതി. ഒരു കാര്യം സത്യമാണ്, ദൈവം എല്ലാ കൊല്ലവും ഒരുപോലെ ആരെയും തോൽപ്പിക്കത്തില്ലല്ലോ, കരയിപ്പിക്കത്തതുമില്ല. മേഡത്തിന് നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി ദൈവം തിരിച്ചു തരും. അംബികയും മകനും കൂടി ചേർന്ന് എന്നെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. ഞാൻ അവരുടെ തടവിലായിരുന്നു. ചാകാതെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതേ എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണ്. ഒരിക്കൽ കൂടി എൻ്റെ കുഞ്ഞിനോടൊപ്പം ജീവിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നതാണെങ്കിലോ. മേഡം വിഷമിക്കാതെ, ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കും. അംബികാവർമ്മ ചെയ്തതിനെല്ലാം അംബികാവർമ്മ അനുഭവിക്കുക തന്നെ ചെയ്യും. കാലം ഇതിനൊക്കെ സാക്ഷിയാണ്. വെറുതെ വിടില്ല ഒന്നിനെയും. മറ്റൊരു സന്തോഷമായ വാർത്തയുണ്ട് മേഡത്തിനോട് പറയാൻ. സരസ്വതി മേഡം വന്നിട്ടുണ്ട്. അയ്യോ, എവിടെ? ഇവിടെ അല്ല, വർമ്മ സാറിൻ്റെ വീട്ടിൽ. അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ വേണുവേട്ട. അമ്മ കൽക്കത്ത വിട്ടിട്ട് നേരെ സൂര്യമംഗലത്തിലോട്ട് പോയില്ലയോ? പോയിട്ടില്ലെന്നാ മേഡം എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വർമ്മ സാറിൻ്റെ വീട്ടിലുണ്ട്. കുറച്ച് നാളുകൂടി ഒരു സന്തോഷ വാർത്ത ഞാനിന്ന് കേട്ടു. ദൈവത്തിന് നന്ദി. സരസ്വതി മേഡം വിളിക്കാറില്ലയോ? എന്നെ വിളിക്കാറില്ല. പിണക്കമൊന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ സങ്കടത്തിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാനാവും? അമ്മാമ്മയ്ക്ക് കൊച്ചുമോളെയും കൊച്ചുമോൾക്ക് അമ്മാമ്മയും ഇഷ്ടമായോന്നോ? വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ കൊച്ചുമോളുടെ കല്യാണം നടത്താനുള്ള ഓട്ടത്തിലാണ്. സത്യമാണോ വേണുവേട്ട? അമ്മ എൻ്റെ മോടെ കല്യാണത്തിന് ഒരുങ്ങുന്നുണ്ടോ? സത്യത്തിൽ അക്കാര്യം കൂടെ പറയാൻ കൂടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. രാജുവിനെ കൊണ്ട് ഋതിക മേഡത്തിനെ കല്യാണം കഴിപ്പിക്കണമെന്നും പറഞ്ഞ് സരസ്വതി മേഡം എൻ്റെ അടുത്ത് വന്നിരുന്നു. അത് കേൾക്കുമ്പോൾ പത്മാവതിക്ക് ഭയങ്കര സന്തോഷം വരുവാണ്. കാരണം ഋതികയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ രാജുവിനെ. അവൾ ഇഷ്ടപ്പെടുന്ന രാജുവിനെ തന്നെ എൻ്റെ അമ്മ അവൾക്ക് സ്വന്തമാക്കി കൊടുക്കാൻ പോവുകയാണല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് പത്മാവതി. അപ്പോൾ ഫ്രണ്ട്സ്, സരസ്വതി അമ്മയും വേണുവേട്ടനും പത്മാവതിയെല്ലാം രാജുവും ഋതികയും കൂടെയുള്ള വിവാഹത്തിന് ഇങ്ങനെ ഒരുങ്ങുവാണ്. വേണുവേട്ടനോട് ചോദിക്കാതെ രാധമ്മ രാജുവിൻ്റെയും രമ്യയുടെയും വിവാഹത്തിന് സമ്മതവും കൊടുത്ത്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഓണം ആഘോഷ ചടങ്ങിൽ രാധമ്മയും രമ്യയും തമ്മിലുള്ള സ്നേഹം കണ്ട് ഋതികയ്ക്ക് വല്ല സംശയം തോന്നുമോ? അതോ ആ ചടങ്ങിൽ വെച്ച് തന്നെ നമ്മുടെ സരസ്വതി ഭായ് തമ്പുരാട്ടി രാജുവിൻ്റെയും ഋതികയുടെയും വിവാഹത്തെക്കുറിച്ച് അനൗൺസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.